ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ റംലാൻ ഇഫ്താർ വ്ലോഗ് 22 ആണ്. അപ്പോൾ ഇന്നത്തെ ഇഫ്താർ വിശേഷം എന്ന് പറയുന്നത് നമ്മൾ നോമ്പൊക്കെ തുറന്നതിന് ശേഷം നമ്മളിന്ന് ഈദ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ മെയിനായിട്ട് മക്കൾക്ക് ഡ്രസ്സ് എടുക്കണം, അതുപോലെ തന്നെ എനിക്കും സൽവാറോ അതുപോലെ തന്നെ ടോപ്സോ എന്തെങ്കിലുമൊക്കെ നോക്കണം. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഈദ് ഷോപ്പിങ്ങിനാണ്. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ നമ്മുടെ പർച്ചേസും വിശേഷങ്ങളും ഒന്നും തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഞാൻ വേറെ ഒരു ദിവസം ഈദ് ഷോപ്പിംഗ് വ്ലോഗായിട്ട് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ റംലാൻ ഇഫ്താർ വ്ലോഗായിട്ട് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ തൊട്ടടുത്തുള്ള കടവത്തൂർ റെസ്റ്റോറൻറ്റിൽ ഈ ഒരു സെറ്റപ്പ് പുറത്ത് ഉന്തുവണ്ടിക്കകത്ത് കുറേ ഉപ്പിലിട്ട ഐറ്റംസും ഒക്കെ വെച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് മാങ്ങ ഉപ്പിലിട്ടതും അതുപോലെ തന്നെ പൈനാപ്പിൾ ഉപ്പിലിട്ടതും നെല്ലിക്ക ആ വക ഐറ്റംസൊക്കെ കുറച്ച് വാങ്ങിച്ച് ഒരു കവറിലാക്കി നമ്മൾ പോകുന്ന വഴിക്ക് കഴിച്ചുകൊണ്ട് പോകാനായിട്ട് ഞാനിതാ കുറച്ച് ഉപ്പിലിട്ട ഐറ്റംസൊക്കെ വാങ്ങിച്ചു. ഓക്കെ, അപ്പം നമ്മുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുട്ടികൾക്കുള്ള ഡ്രസ്സും അതുപോലെ തന്നെ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ പർച്ചേസൊക്കെ വളരെ നല്ല രീതിയിൽ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ടൈം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ലേറ്റ് ആയിരുന്നു. ഒരു 10:30, 11 ആയപ്പോഴത്തേനും നമ്മൾ നെഹ്ദി മന്തിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോട്ടാണ് നെഹ്ദി മന്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, ഹണി ഗ്ലേസ്ഡ് ചിക്കൻ. അതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത്. ഇക്കാക്ക് ഇവിടുത്തെ മട്ടൻ അല്ലെങ്കിൽ ബീഫ് അതാണ് ഇഷ്ടം. അപ്പോൾ ഇന്നലെ മട്ടൻ മന്തി കഴിഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബീഫിൻ്റെ മന്തിയാണ് ഇക്ക വാങ്ങിച്ചത്. ബീഫിൻ്റെ മന്തിയാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഹണി ഗ്ലേസ്ഡ് ചിക്കൻ മന്തിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടി എത്തി. ആദ്യം തന്നെ ഒരു സൂപ്പ് നമുക്ക് കിട്ടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല മട്ടൻ്റെ ഫ്ലേവർ അതുപോലെ തന്നെ മട്ടൻ്റെ സ്റ്റോക്കൊക്കെ വെച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പറായിട്ടുള്ള ഒരു സൂപ്പാണ്. ചില മന്തി ഒക്കെ കഴിക്കാൻ പോകുമ്പോൾ ചില സ്ഥലത്തെ സൂപ്പുകളെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഈ കോൺഫ്ലോറൊക്കെ വെച്ചിട്ട് വളരെ കൊഴുപ്പായിട്ടുള്ള ഒരു ടൈപ്പ് സൂപ്പ് കിട്ടും. അതെനിക്ക് ഒട്ടും താല്പര്യമില്ല. ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലേക്ക് നല്ല നാടൻ സൂപ്പ് ഉണ്ടല്ലോ, നല്ല ലൂസായിട്ടുള്ള ഒരു നാടൻ സൂപ്പ്. അപ്പോൾ ആ സൂപ്പാണ് ഇവിടെ കിട്ടുന്നത്. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആസ്വദിച്ച് സൂപ്പൊക്കെ കഴിച്ചു. അതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹണി ഗ്ലേസ്ഡ് ചിക്കനാണ്. അപ്പോൾ ഞാൻ ഹണി ഗ്ലേസ്ഡ് ചിക്കൻ മന്തിയും അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഒരു ബീഫ് മന്തിയുമാണ്. അങ്ങനെ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള മന്തി റൈസ് എനിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മന്തി റൈസ് എടുത്തു. പിന്നെ ഒരു പീസ് ചിക്കൻ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ ഇത് എന്ന് പറയുന്നത് ഒരു സ്പൈസി ആൻഡ് സ്വീറ്റ് കോമ്പിനേഷൻ ഇഷ്ടമുള്ളവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇവിടെ ഹണി ഗ്ലേസ്ഡ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തേനിൻ്റെ ഒന്നും ഒരു ടേസ്റ്റും കാര്യങ്ങളൊന്നും അറിയുന്നില്ല. ഒരു വറ്റൽ മുളകിൻ്റെ ഒരു സ്പൈസും അതുപോലെ തന്നെ എന്തോ ഒരു ടൈപ്പ് സോസും സ്വീറ്റും എല്ലാം കൂടെ ചേർന്നിട്ട് പിന്നെ നെഹ്ദി മന്തിയിൽ നമുക്ക് ഈ ഒരു നമ്മുടെ നാട്ടിലെ ഒരു ടൈപ്പ് മന്തിയാണ്. അപ്പോൾ ഈ ഒരു മന്തിയുടെ കൂടെ നമുക്ക് മയോണൈസ് ഉണ്ട്. അപ്പോൾ എനിക്ക് അറബിക് മന്തി ഇഷ്ടമാണ്. പേഴ്സണലി അറബിക് മന്തീസ് കഴിക്കാൻ ഇഷ്ടമാണ്. ഇടയ്ക്ക് ഇതുപോലെ മയോണൈസൊക്കെ കൂട്ടിയുള്ള നമ്മുടെ തനി നാടൻ മന്തി കഴിക്കാൻ തോന്നുമ്പോൾ നമ്മൾ നെഹ്ദി മന്തിയിലേക്കാണ് ഇപ്പോൾ കൂടുതലായിട്ട് വരാറ്. ഞാൻ കഴിക്കുകയാണ്. അപ്പോൾ നല്ല ചൂട് മന്തി റൈസും അതുപോലെ തന്നെ ഒരു പീസ് ഹണി ഗ്ലേസ്ഡ് ചിക്കൻ്റെ ഒരു പീസും അതുപോലെ തന്നെ മയോണൈസും നമ്മുടെ ടൊമാറ്റോ പ്യൂരിയും എല്ലാം കൂടെ ടൊമാറ്റോ ചട്നി എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പിടി പിടിക്കുകയാണ്. നല്ല ജ്യൂസി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള അപ്പോൾ വളരെ ജ്യൂസി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വളരെ ആസ്വദിച്ച് വളരെ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തിയും കാര്യങ്ങളൊക്കെ കഴിച്ചു. ബാക്കി കുറേ പോർഷനൊക്കെ ബാക്കി വന്നു. അപ്പം നമ്മളതൊക്കെ പാഴ്സലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മളെ മന്തി കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് ചൂട് സുലൈമാനി വരും. അപ്പോൾ അത് നമ്മൾ കുടിച്ചു. അതിൻ്റെ കൂടെ
ലുക്കീമത്ത് എന്ന് പറയുന്ന ഈ ഒരു അറബിക് സ്നാക്ക്, ലുക്കീമത്ത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ബോളാണ്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ക്രീം കുനാഫയാണ്. അപ്പോൾ ഇവിടുത്തെ കുനാഫ എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു ഐറ്റമാണ്. അപ്പോൾ നാട്ടിലൊക്കെ നമ്മുടെ കോഴിക്കോട് അങ്ങനെ ഉള്ള ഏരിയയിലൊക്കെ പല പല ബ്രാഞ്ചസ് ഉള്ള വളരെ പേരുകേട്ട ഒരു റെസ്റ്റോറൻറ്റാണ് നെഹദി മന്തി എന്ന് പറയുന്നത്. ഇത് ദുബായിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാടൊന്നും ആയിട്ടില്ല, ഏകദേശം ഒരു വർഷത്തിൻ്റെ അടുത്താണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ആയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞാൻ നമ്മുടെ കുനാഫയുടെ മുകളിലേക്ക് ആ ഒരു ഫുള്ള് ഷുഗർ സിറപ്പ് ഒഴിക്കുന്നില്ല, വളരെ കുറച്ച് ഷുഗർ സിറപ്പ് ആഡ് ചെയ്തിട്ട് കുനാഫ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. എനിക്ക് പഞ്ചസാരയുടെ ആ ഒരു മത്ത് സ്വീറ്റ്നെസ് ഇഷ്ടമല്ല. അങ്ങനെ ലൈറ്റായിട്ട് ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചതിന് ശേഷം കുനാഫയും ക്രീം കുനാഫ അതും നമ്മൾ എൻജോയ് ചെയ്ത് ആസ്വദിച്ച് കഴിച്ചു. അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡും ലുക്കീമത്തും, അതായത് മന്തിയും കുനാഫ ലുക്കീമത്തും എല്ലാം കഴിച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഏകദേശം ഒരു 12 മണി, ഈ ഷോപ്പൊക്കെ ഏകദേശം ക്ലോസ് ആകാറായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മളിത് ഇറങ്ങുകയാണ്. അപ്പോൾ വളരെ അടിപൊളിയായിട്ടുള്ള, വളരെ ഇഷ്ടപ്പെട്ട നമ്മുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോട്ടാണ് നെഹദി മന്തി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ റംലാൻ ഇഫ്താർ വ്ലോഗ് 22-ൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. താങ്ക് യു for watching.